സ്വാഗതം റിയാസ് ഖുമു ദില്ലി ദാലിയിലേക്ക്. സന്തോഷം ഗോപാലകൃഷ്ണൻ, താങ്ക് യു സോ മച്ച്. നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഫുട്ബോൾ മത്സരങ്ങൾ, ലോക മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സീരീസ് ദില്ലി ദാലിയിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് റിയാസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫുട്ബോൾ രാഷ്ട്രീയ ലോകത്തിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, ഫുട്ബോൾ കലാകാരന്മാരെയും കലയുടെ ലോകത്തിനെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് തുടങ്ങിയ ചിന്തകളാണ് ദില്ലി ദാലിയുടെ ഈ പരമ്പരയെ നയിക്കുന്നത്. അപ്പോ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, അതുപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫുട്ബോൾ കളിച്ചു വന്ന ഒരാൾ എന്ന നിലയിൽ, പിന്നെ ഫുട്ബോൾ പോലെ തന്നെ ലോകാന്തരമായ ലോകത്തിലെ എല്ലാ മനസ്സുകളോടും സംവദിക്കുന്ന ഒരു അനുകമ്പയാണ്ട ഒരു കലാഹൃദയം എന്ന നിലയിൽ എനിക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ് നാം ഇനി ചെലവഴിക്കാൻ പോകുന്ന 30-40 മിനിറ്റുകൾ എന്ന് വിശ്വസിക്കുന്നു. സന്തോഷം. നമുക്ക് ഞാൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് റിയാസ് ചെയ്ത കുറെ വർക്കുകൾ കാണാനിടയായി. പോംപിഡോ സെന്റർ പാരീസിൽ ഉണ്ടായിരുന്നത് ട്രിബ്യൂട്ട് ടു എ ഫുട്ബോളർ 2010 വർക്ക് സേഫ് ടു ലൈറ്റ് എന്നത്, പിന്നെ സോളോ ഷോ ടെഹ്റാനിൽ ഇറാനിൽ നടത്തിയ വർക്ക്, പിന്നെ സുബ്രതോ ടു സീസർ ഇന്ത്യൻ നാഷണൽ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയത്, പിന്നെ സൗത്ത് ആഫ്രിക്കൻ എക്സ്പീരിയൻസസ്, പിന്നെ ഇന്ത്യൻ വുമൻസ് ഫുട്ബോളുമായിട്ട് ചേർന്നിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഈ റിയാസിന്റെ ബോംബെയിലെ സ്റ്റുഡിയോയിലും അതിനുശേഷം പലപ്പോഴുമായിട്ടും ഈ വർക്കുകളെല്ലാം വളരെ അടുത്ത് കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് കുറെയൊക്കെ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് റിയാസിനോട്, റിയാസിന്റെ ചെറുപ്പകാലവും ബാല്യകാലവും ഫുട്ബോളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെപ്പോലും തന്നെ ധാരാളം കളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ ഫുട്ബോൾ തന്നെയായിരുന്നു ഒരർത്ഥത്തിൽ ലോകം. കളിച്ചു വളർന്ന ഒരു സമയമൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ വലിയൊരു ഗുണമുണ്ടായിരുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഫുട്ബോളിങ് കൾച്ചർ ഉണ്ടായിരുന്നു. കേരളത്തിലെ മറ്റു ഗ്രാമങ്ങളെ പോലെ തന്നെ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഞങ്ങൾ നല്ലൊരു ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ എന്ന രീതിയിൽ കുറേ വർഷത്തോളം ഞാൻ ആ ടീമുമായിട്ട് പല ഗ്രാമപ്രദേശങ്ങളിലും അടുത്ത ചെറിയ ചെറിയ പഞ്ചായത്ത് ഏരിയകളിലൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ കളിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പോകുമായിരുന്നു. ഞങ്ങളുടെ ക്ലബിൻ്റെ പേര് എട്ടുമന ത്രിവർണ എന്നായിരുന്നു. ഒരു നല്ല പ്ലെയേഴ്സുള്ള, നല്ല സ്കില്ലുള്ള, നമ്മളിപ്പോൾ ഈ സ്പാനിഷ് ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഈ ടിക്കി ടാക്ക ലൈനിലൊക്കെ കളിക്കുന്ന നല്ലൊരു അച്ചടക്കവും ഒതുക്കമൊക്കെ ഉള്ളൊരു ടീമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ നാട്ടിൽ പെട്ടെന്നൊരു ദിവസം പുലർച്ചെ ഒരു പുലി വരുന്നുണ്ട്. പുലി ഭയങ്കര അക്രമാസക്തമാകുന്നു. അങ്ങനെ ആളുകളെല്ലാവരും കൂടി ഒരു വീടിൻ്റെ ഉള്ളിൽ കയറുന്നു, അങ്ങനെ വെടിവെച്ച് കൊല്ലുന്നു. പിന്നീട് ഞങ്ങൾ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എട്ടുമന ടീം വന്നിട്ടുണ്ട്, അവർ ടൈഗർ കില്ലേഴ്സാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വേറൊരു ഇമേജ്, ഒരു സ്കെയറി ഇമേജ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അത് അറിയാതെ ഈ ഞങ്ങളുടെ ക്ലബിൻ്റെ പേര് എട്ടുമന ഈ ടൈഗർ കില്ലേഴ്സ് എന്നാണ് പിന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ധാരാളം കളികൾ, നിരവധി യാത്ര ചെയ്തിട്ട് സൈക്കിളിലാണ് അധികം പോകുന്നത്. പിന്നീട് ഇങ്ങനെ മെല്ലെ മാറി ഒരു ഇടയ്ക്ക് ഞങ്ങൾക്ക് ചിലൊരു അംബാസഡർ കാറ് തരികയും പിന്നെ മെറ്റഡോർ ടെമ്പോ ആയിട്ട് മാറുകയും, ഇങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രസമായിട്ടുള്ള സമയമായിരുന്നു. പിന്നെ ഏത് കൊല്ലങ്ങളാണ് റിയാസ് പറയുന്നത്? ഇതിപ്പോൾ ഒരു 84-85 അത് തൊട്ടിട്ടുള്ള വർഷങ്ങളാണ്.
അപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് ഞങ്ങളുടെ ടീമിൽ നിന്ന് 3 പേര് ഞങ്ങൾ വാടകയ്ക്ക് കളിക്കാൻ പോകുന്ന ഒരു 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 അവസരം പോലും ഉണ്ടായിരുന്നു. ഞാനും പിന്നെ എൻ്റെ കസിൻ ബ്രദർ പാച്ചു, അതുപോലെ സുനി ഏറ്റവും നല്ല ഒരു ഡിഫൻഡറായിരുന്നു. അപ്പോൾ സുനി യുനോ പുറകിൽ നിന്നാൽ പിന്നെ വെള്ളം ചോരില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു ആദ്യം ഭയങ്കര രസമാണ്. ഒരു 50 രൂപയും ഒരു പൊറോട്ട ഇറച്ചിയൊക്കെയാണ് ഒരു കളി ജയിച്ച് അല്ലെ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. വളരെ യുനോ പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ നാട് വിട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഭയങ്കരമായിട്ട് വിച്ഛേദിക്കുന്നുണ്ട്. കാരണം പിന്നീട് നാടുമായിട്ടുള്ളൊരു ബന്ധം കളിയിൽ വരുന്നത് ചില ടൂർണമെൻറ്റുകൾ നടത്താനായിട്ടുള്ള സഹകരണങ്ങൾ ചെയ്യുക, അതിൻ്റെ കമ്മിറ്റിയുടെ ഭാഗമാകുക. അപ്പോൾ ഈ കളി നടക്കുന്ന സമയത്തൊക്കെ എന്നെ പിടിച്ചിട്ട് റഫറി ആക്കും പ്രധാനപ്പെട്ട കളികളിലൊക്കെ. എന്നിട്ട് ഈ അനൗൺസ് ചെയ്യുന്ന കക്ഷി ഇന്നത്തെ കളി നിയന്ത്രിക്കുന്നത് റിയാസ് ബോംബെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വന്ന ടീമുകളെയൊക്കെ പേടിപ്പിക്കുന്ന പരിപാടികളും അങ്ങനെ വളരെ രസമാണ്. കാരണം അന്നൊക്കെ ഉയരം ആണ് മാനദണ്ഡം. കാരണം ഈ 5 അടി ടൂർണമെൻറ്റ് അല്ലെങ്കിൽ 5 അടി 2 ഇഞ്ച് ടൂർണമെൻറ്റ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഞാൻ ഉയരം കുറവായ കാരണം കൊണ്ട് ഞാൻ എല്ലാ ടൂർണമെൻറ്റുകളിലും കളിക്കായിരുന്നു. ശരിക്കും ആ ഉയരം അളക്കുന്നത് വലിയൊരു ചടങ്ങായിരുന്നു എല്ലാ ടൂർണമെൻറ്റുകളിലും. ഈ കളിക്കാരുടെ ഉയരം അളന്നിട്ട് ചില നല്ല കളിക്കാർക്കൊന്നും കളിക്കാൻ പറ്റാതിരിക്കുക, അതുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലം ആറാട്ടുപുഴ പൂരത്തിന് സൈക്കിൾ സൂക്ഷിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഫണ്ട് റേസ് ഒക്കെ ചെയ്യുന്നത്. കുറേ അങ്ങനെ പല പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ടീമിനെയൊക്കെ സർവൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി ആ ബാല്യകാലം കഴിഞ്ഞിട്ട് ഇനി ചിത്രകല പഠിക്കാനായിട്ട് പഠനത്തിനായിട്ട് JJ കോളേജ് ഓഫ് ആർട്സിലേക്ക് ബോംബെയിലേക്ക് പോവുകയാണ് റിയാസ്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകേണ്ടത് ബോംബെയിലാണ്. ബോംബെ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ക്രിക്കറ്റാണ്. പിന്നെ ബോംബെയിലേക്ക് പോയതിനു ശേഷം ഈ ഫുട്ബോൾ ഭ്രമത്തിന് മാറ്റം വന്നോ അതോ ഫുട്ബോൾ ഭ്രമം തുടർന്നോ? ഈ ബോംബെ ഫുട്ബോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ബോംബെയിലേക്ക് ഞാൻ വരുന്നത് 92-ലാണ്. അപ്പോൾ അത് ഈ ശരിക്കും ഇന്ത്യയുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ വളരെ നമ്മളെയൊക്കെ ഭയപ്പെടുത്തിയൊരു കാലഘട്ടമാണ്. അപ്പോൾ പിന്നെ ഞാനന്ന് പഠിക്കാൻ വരുന്ന ടെക്സ്റ്റൈൽ ഡിസൈനിങ് പഠിക്കാനാണ്. പിന്നെ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ബോംബെയിൽ അങ്ങനെ ഒരു ടെക്സ്റ്റൈൽ മില്ലുകളുടെയൊക്കെ ഡിക്ലൈനിന് ശേഷം അങ്ങനെ ഒരു ക്ലബ് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ അത്തരം സംഭവങ്ങളുടെ ഒന്നും ഒരു പ്രസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ക്രിക്കറ്റിൻ്റെ നമുക്കറിയാമല്ലോ, ഒരു 92-ന് ശേഷം ഒരു 90-കൾക്ക് ശേഷം ലിബറലൈസേഷൻ വരുന്നു. പുതിയ ക്രിക്കറ്റിൽ വലിയൊരു താരോദയം. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ വരുന്നു. ആ ഒരു വേൾഡ് കപ്പ് മേടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ ട്രെൻഡിൽ ക്രിക്കറ്റാണ്. പിന്നെ ഞങ്ങളുടെ കോളേജിൽ എന്ന് പറയുന്നത് കല പഠിക്കുന്ന വിദ്യാർത്ഥികളായ കാരണം കൊണ്ട് അങ്ങനെ ക്യാമ്പസിൽ ഗ്രൗണ്ടോ അങ്ങനെ കളിക്കാനുള്ള താല്പര്യമൊന്നുമില്ല. കാരണം എന്തോ ഈ ആർട്ട് എന്ന് പറയുന്ന വേറൊരു രീതിയിലുള്ള ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് ആണെന്നുള്ള ഒരു തോന്നലുള്ള കാരണം കൊണ്ട് ആരും കളിക്കാറില്ല. വെറും ഈ കോളേജ് ഫെസ്റ്റിവലുകളിൽ മാത്രം ഞങ്ങൾ ചെറിയ കളികൾ നടത്താറുണ്ട്. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 4th ഇയറിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കുറച്ചൊരു ടീം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടൂർണമെൻറ്റിന് പോകുന്നുണ്ട്. അപ്പോൾ മാട്ടുങ്കയിൽ വെച്ചിട്ടൊരു കോളേജ് ഗ്രൗണ്ടിൽ, മാട്ടുങ്കയിൽ തന്നെ കോളേജായിട്ടാണ് കളി. ഒരു മഴയുള്ളൊരു ദിവസം ഞങ്ങൾ ഭംഗിയായിട്ട് 9 ഗോള് മേടിച്ച് തോറ്റു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരിക്കലും ടീമിനെ കൊണ്ട് ഈ ബോംബെ യൂണിവേഴ്സിറ്റി അങ്ങനെ ടൂർണമെൻറ്റുകൾക്ക് ഒന്നിനും പോയിട്ടില്ല. പക്ഷേ ഈ ക്രിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞ കാരണം കൊണ്ട് കൂടി പറയുന്നതാണ്. ആ ഒരു ക്രിക്കറ്റിൻ്റെ പ്രസൻസ് ഹോസ്റ്റൽ ജീവിതവും പിന്നെ ബോംബെയുടെ ജീവിതവും എന്ന് പറയുന്നത്, ഹോസ്റ്റലിൻ്റെ വലതു ഭാഗത്തുള്ള കോമ്പൗണ്ട് ഒരു സാഹിത്യ സഭാസ്, അവിടെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ താമസിക്കുന്നത്. അപ്പോൾ സച്ചിൻ്റെ ഒരു പ്രസൻസ് നമ്മുടെ നൈബർഹുഡിൽ ഭയങ്കരമാണ്. തൊട്ടടുത്ത ഭാഗത്ത് താമസിച്ചിരുന്നത് വലിയൊരു ബംഗ്ലാവും വേറെ ഒരു കലാ നഗർ എന്ന് പറയുന്നൊരു കോളനി, വാൽത്താക്കരയുടെ വീടാണ്. അപ്പോൾ ഒരു വേറെ ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ പ്രൊമൈസിലാണ്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ഏർലി ബോംബെ ജീവിതം 92 തൊട്ട് 99 വരെ ഞാൻ JJയിൽ ഹോസ്റ്റലിൽ താമസിച്ചത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഒരു ഫുട്ബോളെന്ന് മാത്രമല്ല കളിയൊന്നും ഉണ്ടായിരുന്നില്ല വേറൊരു അർത്ഥത്തിൽ. കോളേജിൽ കളിക്കുക എന്നുള്ളത് അങ്ങനെ കളി തീരെ ഇല്ലാത്ത ഒരു കാലഘട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത് ബോംബെയിൽ വരുന്നു, ബോംബെയിലെ ഭയങ്കരമായിട്ടുള്ള ബോംബെയുടെ ക്ലൈമറ്റ് മാറുന്നു. ജനറലി ആ ഒരു ഇന്ത്യയിൽ കാര്യങ്ങളുടെ ക്ലൈമറ്റ് മാറുന്നു. അപ്പോൾ കൂടുതൽ ടെക്സ്റ്റൈൽ ഡിസൈൻ ഞാൻ ഉപേക്ഷിച്ചിട്ട് പെയിൻറ്റിങ്ങിലേക്ക് കടക്കുന്നു. പിന്നെ അതിലാണ് ശ്രദ്ധ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ പഠനകാലത്ത് കളി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.
ഞാൻ ഈ സന്ദർഭവശാൽ ചോദിക്കട്ടെ, ഈ റിയാസ് എന്റെ മുഖം മറയ്ക്കുന്ന ഒരു ചിത്രം പുറകിലുണ്ട്, അത് ഏതാണ്? അത് ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത ഒരു പോർട്രേറ്റ് സീരീസിൽ ഒരു അനോണിമസ് പോർട്രേറ്റ് ആണ്. അതിലേക്ക് നമുക്ക് വരാം പിന്നീട്. ഞാൻ പെട്ടെന്ന് റിയാസ് തലയൊന്ന് മാറ്റിയപ്പോ ആ പെയിന്റിങ് കണ്ടു, അപ്പോൾ ഞാൻ അതെ അതെ ചോദിച്ചതാണ്. ഈ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട അതിനു മുൻപ് ഞാൻ ഈ ഫുട്ബോളിലേക്ക് പോകുന്നതിന് മുമ്പ് 1992 ബോംബെ റിയാസ് സൂചിപ്പിച്ചു. ഉം. എനിക്കും റിയാസിനും അറിയാം അക്കാലത്തെ ബോംബെ എന്തായിരുന്നു എന്നും എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതങ്ങളെ അത് കലുഷമാക്കിയതെന്നും അതിൻ്റെ ദുരനുഭവങ്ങളെ കുറിച്ചും അതിൻ്റെ പ്രതിധ്വനികളെ കുറിച്ചും ഒക്കെ നമുക്കറിയാം. പക്ഷേ അത് ഓർമ്മയിലില്ലാത്ത ലിസണേഴ്സോ ആളുകളോ ഈ കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആ അനുഭവം വളരെ ചുരുക്കി ഒന്ന് പറയുമോ? അത് ഞാൻ കാരണം അത്തരം അനുഭവങ്ങൾ കൂടിയാണ് റിയാസിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. റിയാസിനെ രൂപപ്പെടുത്തിയത് ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളാണ്. അതെല്ലാം റിയാസ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയത്തിൽ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴോ ഒരു കല ചെയ്യുമ്പോഴോ റിയാസിന്റെ പിന്നിലുള്ള ജീവിതം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അല്ല, അതിലൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മൈഗ്രേഷൻ വലിയ ഒരു സംഭവമാണ്. പക്ഷേ ഒരു ബോംബെയിൽ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഈ കലാപമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഉപേക്ഷിച്ചിട്ട് പെയിൻറ്റിങ്ങിലേക്ക് കടന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു സോഷ്യൽ ഒബ്സർവിങ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ വർക്കൊക്കെ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ നഗരത്തിലേക്ക് വന്നിട്ടുള്ള ഒരു മൈഗ്രൻറ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്വാതന്ത്ര്യത്തെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രാമം ഉപേക്ഷിച്ച്, അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉപേക്ഷിച്ച്, കുടുംബം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ റിച്വലുകളും കൃഷിപ്പാടങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈവൻ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനുകളും എല്ലാം ഉപേക്ഷിച്ച് ഈ സാമ്പത്തിക ഭദ്രതയില്ലായ്മ അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ബോംബെ പോലുള്ളൊരു നഗരത്തിലേക്ക് വന്നിട്ട് അവൻ ആഘോഷിച്ചിരുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അവനെ അട്രാക്റ്റ് ചെയ്യായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരം ഒരു കോൺഫ്ലിക്റ്റ് നിറഞ്ഞു നിന്നിരുന്നൊരു സ്ഥലത്ത് സർവൈവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കലയിലേക്ക് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് ചിന്തിക്കാനുള്ള എനർജി തന്നിരുന്നത്. അതിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും പിന്നീട് ഒരു ഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മൾട്ടി കൾച്ചറലിസവും അതുപോലെ ആ ഒരു ഹ്യൂമൻ റെസിലിയൻസിനെ കുറിച്ചിട്ടും ആകുന്നതും കൂടി അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നീട് ഈ ഫുട്ബോളിലേക്ക് തിരിച്ചു പോകുന്നത് വേറെ അർത്ഥത്തിൽ. ഈ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമുമായിട്ടുള്ള ആ തീമും ആയിട്ടുള്ള അസോസിയേഷൻ എങ്ങനെയായിരുന്നു? ഇത് ഞാൻ കോളേജിൽ പഠനം കഴിഞ്ഞതിന് ശേഷം ഈ ബോറിവല്ലി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഞാൻ ഒരു വാടകയ്ക്കൊരു വീടൊക്കെ എടുത്തിട്ട് താമസം മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പിന്നെ നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ വന്ന് താമസിച്ച സ്ഥലം ഒരു ഫുട്ബോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫുട്ബോളിങ് കമ്മ്യൂണിറ്റിയാണ്. കാരണം ധാരാളം ഗോവൻസ്, അതുപോലെ തന്നെ പഴയകാല ഈ ഞങ്ങളുടെ ഈ ക്ലബ്ബ് ഞങ്ങൾക്ക് പറയുന്നുണ്ട്, വിൻറ്റേജ് FC എന്ന് പറഞ്ഞിട്ടൊരു ഫുട്ബോൾ ക്ലബ്ബുണ്ട് ഞങ്ങൾക്ക് ബോറിവല്ലിയിൽ. ആ ക്ലബ്ബിൽ കളിക്കുന്ന വെച്ച് 35 മുതൽ ഒരു 65 വരെ വയസ്സ് പ്രായമുള്ളവരാണ്. ഒരു വെറ്ററൻസിൻ്റെ ഒരു ടീമാണ് ശരിക്കും പറഞ്ഞത്. ഞാൻ ആ ടീമിൽ ചേരുകയും അവരായിട്ട് ഇങ്ങനെ കളിച്ചു തുടങ്ങി ടീമിൻ്റെ കുറേ ആക്ടിവിറ്റികളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും. അപ്പോൾ ഈ ടീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഗോവൻ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ഫുട്ബോളിനോട് വലിയ കമ്പമുള്ളൊരു കമ്മ്യൂണിറ്റി. അത് മാത്രമല്ല ഇതിൽ കളിക്കുന്ന പലരും ഈ ബോംബെയിലുണ്ടായിരുന്ന കസ്റ്റംസിൽ, അതുപോലെ ബോംബെ പോർട്ടിൽ ഇവരൊക്കെ അവരുടെയൊക്കെ ഫുട്ബോൾ ടീമുകളിൽ കളിച്ചിരുന്നവരാണ്. അവർ റിട്ടയർ ആയതിനു ശേഷം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടീമിനൊരു പ്രത്യേക ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. ഫുട്ബോളിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന, ചെറിയ രീതിയിൽ കളിക്കുന്ന, ഒരു ഭയങ്കര രസമായിട്ടുള്ള സിംഗിൾ ടച്ച് ഗെയിം കളിക്കുന്ന ഭയങ്കര രസമായിരുന്നു. അവരായിട്ടുള്ള കൺവെർസേഷൻസ്, അവരുടെ സ്ട്രഗിള്, അവരുടെ ഇപ്പോൾ ഫുട്ബോളിനെ കുറിച്ചിട്ട് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഫുട്ബോളിനെയും ക്രിക്കറ്റിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് സംസാരിക്കുന്ന. അപ്പോൾ ഇതിലെപ്പോഴും അവസാനം വന്ന് പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ദുരിതവും സാമ്പത്തിക പ്രശ്നങ്ങളും കളി കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ
കളിക്കാൻ ഒരു ഒരു കളിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള അവരുടെ ജീവിതം, ജോലി കിട്ടാതിരിക്കുക, അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യായിരുന്നു. ആ ഒരു സമയത്താണ് യുനോ ഈ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ സ്റ്റുഡിയോ, ഒരു പെയിൻറ്റിങ് സ്റ്റുഡിയോ, ഇപ്പോൾ ഞാനിരുന്ന് സംസാരിക്കുന്ന പെയിൻറ്റിങ് സ്റ്റുഡിയോയും സ്കൾപ്ചർ സ്റ്റുഡിയോയുടെ ഇടയിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടാണ് ഞങ്ങളുടെ. അപ്പോൾ ആ ഗ്രൗണ്ടിൽ ഞങ്ങൾ 2014 വലിയ ഫണ്ട് റൈസിംഗ് ഒക്കെ നടത്തിയിട്ട് ഡച്ച് ആർട്ടിഫിഷ്യൽ ടർഫൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നല്ലൊരു കോർഡിനേഷൻ ഉള്ളൊരു ടീം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ഒരു പ്രൊജക്റ്റ് ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തു. അത് ഈ എന്താ പറയുക, ഈ പ്ലേ ഫുട്ബോൾ എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ബോംബെയിൽ നഗരങ്ങളിലൊക്കെ യാത്ര ചെയ്ത് നടക്കുമ്പോൾ ഇപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഭയങ്കരമായിട്ട് ഈ പ്ലേ ഗ്രൗണ്ടുകളിൽ കുട്ടികൾ വന്ന് ഭയങ്കരമായിട്ട് കളിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലുള്ള പോലെ. പക്ഷേ ഈ ഗ്രൗണ്ടുകളിലൊന്നും ഒരു ഫുട്ബോൾ പോസ്റ്റോ ഈവൻ ഒരു ക്രിക്കറ്റ് പിച്ചോ ഇല്ല. അത് ഇപ്പോൾ 10 ടീം ഒരുമിച്ച് പല ഡയറക്ഷനിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരിക്കും, കുറച്ച് പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരിക്കും. ഫുട്ബോൾ കളി വളരെ കുറവാണ്. അപ്പോൾ ഞാനിതൊന്ന് നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു സൈക്കി, നമ്മൾക്കൊരു ലക്ഷ്യബോധം ഇല്ലാതെ ജീവിക്കുന്ന ഒരു സൊസൈറ്റി പോലെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാനിങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പോസ്റ്റ്, ഒരു സെവൻസ് കളിക്കാവുന്ന ഫുട്ബോൾ പോസ്റ്റ് നെറ്റ് അടക്കം എൻ്റെ സ്റ്റുഡിയോയിൽ പ്രീ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഒരു ടെമ്പോയിൽ കയറ്റിയിട്ട് രാത്രി ഈ ഗ്രൗണ്ടുകളിൽ വയ്ക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് തുടങ്ങി. ഈ രണ്ട് ഫുട്ബോൾ പോസ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോരുകയാണ്. പിറ്റേ ദിവസം നമ്മളവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ശനിയും ഞായറും എല്ലാവരും ഫുട്ബോൾ കളിക്കുകയാണ്. കാരണം അവർക്കൊരു പെട്ടെന്ന് അവർ രണ്ട് ലക്ഷ്യം അവർക്കുണ്ടല്ലോ, 2 ഫുട്ബോൾ പോസ്റ്റ് വരുന്നു, കളിയുടെ ആ ഒരു സ്വഭാവം മാറുന്നു കൃത്യമായിട്ട്. അപ്പോൾ ഇത്തരം എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ ചെറുതായിട്ടുള്ള ചെറിയ പഠനങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ ബോംബെയിൽ അന്ന് പ്രദീപ് ഉണ്ട്, ഇന്ത്യൻ ടീമിലെ പ്ലെയർ, മഹീന്ദ്രയ്ക്ക് വേണ്ടി കളിക്കുന്നു. അജയനുണ്ട്, അതുപോലെ റാഫി അന്ന് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നില്ല, പക്ഷേ മഹീന്ദ്രയ്ക്ക് വേണ്ടി കളിക്കുന്നു. അവരൊക്കെ ആയിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു. അവരിലൂടെ ഞാൻ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ റനഡി സിംഗ്, അതുപോലെ തന്നെ സുനിൽ ഛേത്രി, ഗൗരമംഗി സിംഗ്, ബൈജുങ് ഭൂട്ടിയ, ഇവരൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ മെല്ലെ ഞാൻ ഇന്ത്യ മൊട്ട് ഈ ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ 26 പ്ലെയേഴ്സിനെ ഞാൻ ഫോളോ ചെയ്തു, യാത്ര ചെയ്തിട്ട് ഡോക്യുമെൻ്റ് ചെയ്തു അവരുടെ കഥകൾ. ഞാൻ പോയത് കളിസ്ഥലങ്ങളിലേക്കല്ല, ചുരുക്കം കളിസ്ഥലങ്ങളിൽ പോയതിപ്പോൾ മോഹൻ ബഗാലിൻ്റെ ഗ്രൗണ്ടും ഈസ്റ്റ് ബംഗാളിൻ്റെ ഗ്രൗണ്ടും മുഹമ്മദൻസിൻ്റെ ഗ്രൗണ്ടും ഞാൻ കൽക്കട്ടയിൽ വിസിറ്റ് ചെയ്തിരുന്നു എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഞാൻ അവരെ കണ്ടിരുന്നത് അവർ ജീവിച്ചിരുന്ന പരിസരങ്ങളിലാണ്, അവരുടെ വീടുകളിൽ, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഒരു കോളനിയിൽ, അവരുടെ വീട്ടിലൊക്കെ പോയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു 26 പേരുടെ ഫോട്ടോഗ്രാഫ്സ് വലിയ സ്കെയിൽ, ഒരു 6.5 അടി ഉയരമുള്ള വലിയ പ്രിൻ്റുകൾ, അതുപോലെ അവരുടെ പെയിൻറ്റിങ്സ്, കുറച്ച് ഇൻസ്റ്റലേഷൻസും സ്കൾപ്ചേഴ്സും ചെയ്തിട്ട് ഈ ടീമിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ടീമിൻ്റെ പ്രശ്നങ്ങൾ വേറൊരു രീതിയിൽ ഡിസ്കസ് ചെയ്യുന്ന അതാണോ ഈ സുബ്രതോ ടു സീസർ 2010? അല്ലല്ല, ഇത് 2006-ലാണ്. 2006-ലാണ് അവസാനമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ എക്സിബിഷന്റെ പേര് മാർക്ക് ഹിം ഫസ്റ്റ് ഹാഫ്. ബോംബെയിലാണ് അത് ഫസ്റ്റ്. ബോംബെയിലെ ഗിൽഡ്, കൊളാബയിലുള്ള വലിയൊരു ഗിൽഡ് ഗാലറിയിലാണ് നടത്തുന്നത്. ബോംബെയിലുള്ള അന്ന് കുറെ പ്ലെയേഴ്സും അവരെല്ലാം സെക്കൻഡ് ഹാഫ് കൽക്കട്ടയിൽ ചെയ്തു. അതിന്റെ സെക്കൻഡ് ഹാഫ് കൽക്കട്ടയിൽ ചെയ്യുന്നു. കൽക്കട്ടയിൽ ആർട്ട് വേൾഡ് പ്ലസ് കൽക്കട്ടയിലെ എല്ലാ ഫുട്ബോളേഴ്സും അത് വന്ന് കാണുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു ഇന്ത്യൻ ഫുട്ബോളുമായിട്ടുള്ള പ്രോജക്റ്റ് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അതിൽ ഇത്രയും പ്ലെയേഴ്സിനെ അടുത്തറിയാൻ ശ്രമിക്കുക, അവർ താമസിക്കുന്ന ജീവിത സൗകര്യങ്ങൾ കാണുകയും അവരുടെ വീടുകൾ സന്ദർശിക്കുകയൊക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു അനുഭവമോ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ എന്നോട്? ഇഷ്ടംപോലെ പ്ലെയേഴ്സ്, അവരൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ തുച്ഛമായ ഈ ഒരു ഇൻകം വെച്ചുകൊണ്ട് വലിയ കുടുംബ പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ള പ്ലെയേഴ്സായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട് ഈ പ്ലെയേഴ്സിനുള്ളതായിരുന്നു. അത് കാരണം കൊണ്ട് ഒരു ഓണറേറിയം എന്നുള്ള രീതിയിൽ ആ പ്രൊജക്റ്റ് കുറേ കൂടി നന്നായിട്ട് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുകൂടെ ഞാനത് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു ഐഡിയ കൂടിയാണത്. പിന്നെ ഇതാണ് ഈ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, റിയാസിന്റെ ചിത്രവ്യവഹാരങ്ങൾ അല്ലെങ്കിൽ കലാവ്യവഹാരത്തിൽ ഞാനെപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ
റിയാസ് ജീവിക്കുന്ന സമൂഹത്തിനോടുള്ള തീക്ഷ്ണമായ പ്രതികരണത്തിന്റെ അതിസൂക്ഷ്മമായ തലങ്ങൾ താങ്കളുടെ വർക്കുകളിൽ കാണാം. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീം നിന്നും ഇന്ത്യൻ വിമൻ നാഷണൽ ടീമിലേക്കാണ് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കാലക്രമത്തിൽ നോക്കുമ്പോൾ. അത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണത്. കാരണം ഞാൻ ഈ ഇന്ത്യൻ മെൻസ് ഫുട്ബോൾ ടീമിനെ ട്രേസ് ചെയ്തുകൊണ്ട് ഞാൻ എല്ലാവരുടെ ഇപ്പോൾ ബോബ് ഹോട്ടനായിട്ട് എനിക്ക് ഞാനൊരു ചെറിയൊരു അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിങ് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നു, ട്രെയിനിങ് കാണുന്നു, പ്ലെയേഴ്സിനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിരുന്നു. പ്ലെയേഴ്സ് മാറി വന്നിരുന്നു. ബോബ് ഹോട്ടൻ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ ഒരു ബാഴ്സലോണയിൽ ന്യൂ കാമ്പിലൊക്കെ കൊണ്ടുപോയിട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഭയങ്കര രൂക്ഷമായിട്ട് ഇന്ത്യൻ ടീം ചെയ്യാനുള്ള ആശയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇന്ത്യയിൽ ടീമിൽ ഗൗരമംഗി എന്നോട് പറയുന്നത്, കുറച്ച് 2 മാസം കഴിഞ്ഞ് ഇന്ത്യൻ വുമൻസ് ടീം സാഫ് ഗെയിംസിന് പോകാനായിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഗൗരമംഗി അന്ന് ഗോവയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഗോവയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും സോയ അന്ന് മകൾ വളരെ ചെറുതാണ്, 2 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും കൂടി പോകുന്നു. 10 ദിവസം ഇന്ത്യൻ നാഷണൽ വുമൻസ് ഫുട്ബോൾ ടീമുമായിട്ട് ചിലവഴിക്കുകയാണ്. അവരെ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ അവർക്ക് വേണ്ടി ഡോക്യുമെൻ്റ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് ഈ കളിക്കാരുടെ പ്രശ്നങ്ങൾ അറിയാനായിട്ട് ഞാൻ ഈ പ്ലെയേഴ്സൊക്കെ, അത് ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് അന്ന് മണിപ്പൂരിൽ നിന്നാണ് ഇന്ത്യൻ വുമൻസ് ടീമിൽ. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചറിയുകയും അതുപോലെ തന്നെ അന്ന് ജബ്ബാർ എന്ന് പറഞ്ഞിട്ട് ഒറീസയിൽ നിന്നുള്ളൊരു കോച്ചാണ് ഇന്ത്യൻ വുമൻസ് ടീമിൻ്റെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ടീമിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അലവൻസ് ഇല്ലാതെ വളരെ തുച്ഛമായിട്ടുള്ളൊരു, പുറത്ത് പറയാൻ പറ്റാത്തൊരു തുച്ഛമായ ഒരു തുകയാണ് ഈ വുമൻസ് ടീമിന് ഡെയിലി അലവൻസ് ആയിട്ട് കൊടുത്തിരുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റിലൊരു മുട്ട, അതുപോലെ തന്നെ ഈ ഡോർമെട്രി താമസം, വസ്ത്രം കഴുകണം, ഉണക്കണം, എല്ലാ പണികളും ചെയ്ത് അതോടൊപ്പം തന്നെ ട്രെയിനിങ്ങും ഇതൊക്കെ ചെയ്യുന്ന വേറൊരു രീതിയിലുള്ളൊരു സെറ്റപ്പാണ്. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, വേറൊരു വലിയൊരു പ്രശ്നമുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ കളിക്കുന്ന പിള്ളേരെല്ലാവരും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് നല്ല ഈ ടീമിന് ഫണ്ടില്ലാത്ത കാരണം കൊണ്ട് ഇവർക്ക് നല്ല സ്റ്റഡ്സ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല, ജേഴ്സി ഇല്ല, ട്രെയിനിങ് കിറ്റുകളില്ല, ഒന്നുമില്ല. അവരിങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ്ങാണ് നടത്തുന്നത്. അപ്പോൾ ഈ സ്റ്റഡ്സ് ശ്രദ്ധിച്ചു എന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു അത് പലരും ഇടുന്ന സ്റ്റഡ്സ് ഇപ്പോൾ 3 സൈസ് വേണ്ടവരില്ലെങ്കിൽ 4, പെൺകുട്ടികളുടെ കാലൊക്കെ വളരെ ചെറുതാണ്, ചിലവരുടെ 3.5 സൈസ് 4 സൈസൊക്കെയാണ്. അവരെല്ലാവരും കളിക്കുന്നതൊക്കെ 5ഒക്കെയാണ്. അപ്പോൾ പറഞ്ഞത് ഇത് അവൈലബിൾ അല്ല. അപ്പോൾ പറഞ്ഞത് എങ്ങനെയെങ്കിലും എനിക്കിത് സോഴ്സ് ചെയ്ത് തരാൻ പറ്റുമോ, ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് കളിക്കാൻ പോവുകയാണ്, ഒരു വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പലരോടും ചോദിച്ചിട്ട് ഇത് ലഭിക്കുന്നില്ല. അപ്പം ഞാൻ ഈ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള അന്നത്തെ കമ്പനികൾക്ക്, പാഡിഡാസ്, അതുപോലെ റീബോക്ക്, നൈക്കി, ഇവർക്ക് പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കത്തെഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നൈക്കിയുടെ റെസ്പോൺസ് കിട്ടുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലെ സ്റ്റുഡിയോയുടെ അഡ്രസ്സിൽ ഞാൻ അയച്ചു കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചിട്ട് 36 പെയർ സ്റ്റഡ്സ്. അപ്പോഴേക്കും ടീം കൽക്കട്ടയിലെത്തിയിരുന്നു, കൽക്കട്ടയിലല്ല, ധാക്കയിലെത്തിയിരുന്നു. അന്ന് സാഫ് ഗെയിംസ് നടക്കുകയാണ്. ടീം ക്വാർട്ടർ ഫൈനലിൽ ജയിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ നിന്ന് അയച്ച കൊറിയർ പിന്നെ 2 സെമി ഫൈനലും ഫൈനലും കളിച്ച് അന്ന് സാഫ് ഗെയിംസിൽ ജേതാക്കളാകുന്നുണ്ട് ഇന്ത്യൻ ടീം. എനിക്ക് ആ കോച്ച് വിളിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിനെ ബേസ് ചെയ്ത് ഞാനൊരു ആനിമ ചെയ്തിരുന്നു. എൻ്റെ ഒരു JJയിൽ പഠിച്ച ഒരു സുഹൃത്തുമായിട്ട് ഒരുമിച്ച് എൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് തന്നെ നല്ല രസകരമായിട്ടുള്ളൊരു 3 മിനിറ്റിൻ്റെ ഒരു ആനിമേഷൻ സിനിമ ചെയ്തു. നൈക്കിനെ താങ്ക് ചെയ്യുന്നതാണ്. ഞാൻ പിന്നെ അത് റിലീസ് ചെയ്യുന്നുണ്ടായില്ല. കാരണം എനിക്കതൊരു എന്താ പറയുക, ഒരു ഹ്യൂമിലിയേറ്റിംഗ് സ്റ്റോറി പോലെ തോന്നിയ കാരണം കൊണ്ട് വേറൊരു രീതിയിൽ അത് പുറത്ത് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചിരുന്നു. ബട്ട് ദാറ്റ് വാസ് വൺ ഓഫ് ദ എന്താ പറയുക വളരെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ വുമൻസ് ടീം ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി ഇറാഖ് എക്സിബിഷനിലേക്ക് പോവുക. അസാമാന്യമായ വർക്കാണ് അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് റിയാസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ പിന്നീട് ഒരിക്കൽ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് വീണ്ടും ഒന്നുകൂടി ആ വർക്കുകളൊക്കെ നോക്കുകയായിരുന്നു.
ഇറാഖ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ വലിയ ഫുട്ബോൾ പാരമ്പര്യമുള്ള രാജ്യമായിരുന്നു എങ്കിലും. പക്ഷേ റിയാസ് ഈ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇറാഖ് ആകെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ഭൂമിയായിട്ട് മാറിയ കാലത്താണ് റിയാസ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ ഇറാഖ് ഫുട്ബോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതെങ്ങനെയാണ് വന്നു ചേർന്നത്? എങ്ങനെയാണ് അതിലേക്ക് ചെന്ന് ചേർന്നത്? അതൊരു സീക്വൻസ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്റ്റോറീസ്, അത് പ്രത്യേകിച്ച് ഒരു ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ നറേറ്റീവുകൾ, അതുപോലെ തന്നെ ഫുട്ബോൾ ഇൻ എക്സൈൽ, ഇത്തരം സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് കുറച്ചുകൂടി ഒരു ക്യൂരിയോസിറ്റി വന്നിരുന്നു. ആ സമയത്ത് ഞാൻ റിലേറ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു സോളോ ഷോ ബോധി ബെർലിൻ, അത് ഹാംബർഗ് ബാനോഫിൽ ബെർലിനിൽ അവർക്ക് ഒരു ഗാലറി ഉണ്ടായിരുന്നു. അവിടെ ഷോയുടെ പേരെന്തായിരുന്നു? റിലേറ്റഡ് ലിസ്റ്റ്. അത് റിലേറ്റഡ് ലിസ്റ്റ് ആ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തത് മെയിൻ ഫോക്കസ് ആയിരുന്നത് മൈഗ്രേഷൻ, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ്, അതുപോലെ ഒരു സിവിലൈസേഷണൽ ക്ലൻസിങ് ഉണ്ടല്ലോ, ഒരു സംസ്കാരങ്ങളെയൊക്കെ തുടച്ച് മാറ്റുന്ന ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഇറാഖ് യുദ്ധത്തെയും മറ്റുള്ള സംഭവം, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആയാലും ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഈ 3 രാജ്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ആൻഡ് ഇറാഖ്, ഈ 3 രാജ്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു ഷോ ആണ്. അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 6 വർഷമായിട്ട് സ്വന്തമായിട്ട് ഒരു രാജ്യം, എന്താ പറയുക, രാജ്യത്ത് കളിക്കാൻ പറ്റാതെ, കോച്ചില്ലാതെ ഒരു 2 മാസം മുമ്പാണ് കാരണം ഇറാഖ് ടീമിന് ഭയങ്കര എത്നിക് കോൺഫ്ലിക്റ്റുകളും നമുക്കറിയാലോ, ഭയങ്കര പ്രശ്നമുള്ളൊരു ടീമാണ്. എല്ലാ കാലത്തും വയലൻസും അന്യോന്യം പ്രശ്നങ്ങളുള്ള ടീമാണ്. അപ്പോൾ കോച്ച് ഉണ്ടായിരുന്നില്ല അവർക്ക്. ഇവർ എക്സൈലിലായിരുന്നു എന്നുണ്ടെങ്കിലും ദുബായിലും മറ്റുള്ള ജോർദാൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കളിച്ച് നടക്കുന്നു. 2 മാസം മുമ്പാണ് ഒരു ബ്രസീലിയൻ കോച്ച് ഇവരെ ഏഷ്യ കപ്പിൻ്റെ ടീം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹം ആ ചാലഞ്ച് ഏറ്റെടുക്കുകയാണ് ഇറാഖ് ടീമിനെ ട്രെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോയത് വെച്ച് കഴിഞ്ഞാൽ, ആ വർഷം ഈ എക്സൈലിലുള്ള ഈ ടീം ആദ്യമായിട്ട് ഈ ഏഷ്യ കപ്പിൽ ഫൈനലിൽ വരികയും സൗദി അറേബ്യയെ തോൽപ്പിച്ചിട്ട് അവർ ചാമ്പ്യൻസ് ആവാണ്. 73-ാമത്തെ മിനിറ്റിൽ യൂനസ് മെഹ്മൂദ് ഒരു ഹെഡറിലൂടെ നേടുന്നൊരു മനോഹരമായിട്ടുള്ളൊരു ഗോളിലാണ് ഈ ഇറാഖ് ആദ്യമായിട്ട് ഏഷ്യ ചാമ്പ്യൻസ് ആകുന്നത്. അതിനുശേഷം അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ശത്രുവിനെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ തോൽപ്പിച്ചു എന്നുള്ള ആ ഒരു രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സോ ദേ ഷുഡ് ലീവ്. ആ ഒരു ഓക്യുപ്പേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം കമൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ മൊത്തം ഈ ഇറാഖിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭയങ്കര ഒരു വയലൻസ്, ഇപ്പോൾ അവർ തന്നെ ടീം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ദുരിതം അനുഭവിക്കുമായിരുന്നു. ഇപ്പോൾ സദ്ദാമിൻ്റെ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഉദയ് ഒക്കെ ചെയ്ത അട്രോസിറ്റികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം തോന്നിയത് ഒരു ഫുട്ബോൾ ഒരു റെസിലിയൻസിൻ്റെ ഒരു ട്രയംഫ് ഓഫ് ഒരു ഹ്യൂമൻ സ്പിരിറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഈ ഇറാഖ് ടീം അറിയപ്പെട്ടിരുന്നത് തന്നെ ദ ലയൺസ് ഓഫ് മെസപ്പട്ടോമിയ എന്നാണ്. അപ്പോൾ ഞാനത് ഈ കളി കഴിഞ്ഞ സമയത്ത് റോയിറ്റേഴ്സിൻ്റെ അതിലൊക്കെ എഴുതുന്നുണ്ട് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ്. കാരണം ഇവർ കളി ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, യുദ്ധത്തിനെ അല്ലെങ്കിൽ ഓക്യുപ്പേഷനെ പരാജയപ്പെടുത്താനും അത്തരം വയലൻസിനെ, അപ്പോൾ അവരുടെ എല്ലാ ഡിസ്കോഴ്സുകളിലും. അപ്പോൾ ഞാൻ ഈ ടീമിനെ ഫോളോ ചെയ്യുകയാണ്. കളി കഴിഞ്ഞതിന് ചാമ്പ്യൻസ് ആയതിനു ശേഷം ഞാൻ ഈ ഇറാഖ് ടീമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ദുബായിലേക്ക് സ്ഥിരം ടീമിനെ കാണാനായിട്ട്, അവരന്ന് ദുബായിലാണ് ഈ മൊത്തം ടീം ട്രെയിൻ ചെയ്യുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫയറിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടക്കുന്നു. ഞാൻ യൂനസ് മഹ്മൂദായിട്ട് നന്നായിട്ട് പരിചയപ്പെടുന്നു, അദ്ദേഹത്തിനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ്സ് ഞാനന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത മറ്റ് ഇൻസ്റ്റലേഷനുകളുമെല്ലാം. ലെഫ്റ്റ് ലെഗ്സ് എന്നൊക്കെ പറയുന്ന ഒരു സീരീസ് ചെയ്തിട്ട് ബ്രസൽസിൽ ഒരു സോളോ ഷോ ചെയ്യാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഞാൻ പിന്നെ ഈ ബോധിയിലെ ഷോയിൽ വർക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ അതിലെ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് ഒന്ന് കളിയും ഒന്ന് കാണികളുമാണ്. കാരണം ഇറാഖ് കളിക്കുമ്പോൾ ഞാൻ 2 കളിയാണ് ഡോക്യുമെന്റ് ചെയ്തത്. ശബ്ദം കുറച്ച് കുറഞ്ഞു പോയ പോലെ തോന്നുന്നു. അല്ല, ഇറാഖ് കേൾക്കാം. കേൾക്കാം. അതല്ലാതെ ആ സ്പീക്കർ മറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ.
ഇല്ലില്ല. ഇല്ല, ഓക്കെ, പറഞ്ഞു. അപ്പോൾ ഈ ഇറാഖിൻ്റെ ഒരു ഒരു പ്രത്യേക, ഞാൻ കളിയുടെ ഒരു 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 കളി നടക്കുന്ന സ്പേസിൽ ഒരു പ്രത്യേകത പറയാണ്. കാരണം ഒരു ഭാഗത്ത് കളിക്കാരും ഈ കാണികളും തമ്മിലുള്ളൊരു ഒരു ബന്ധം ഭയങ്കര രസമാണ്. കാരണം ഈ കാണികൾ സ്റ്റേഡിയത്തിൽ വരുന്നത് ഈ ഈ ക്രച്ചസിൽ കൊടി കെട്ടിയിട്ടാണ്. ഈ നമ്മൾ ഈനോ എന്താ പറയുക, ക്രച്ചിനെന്ന് പറയുക, ഊന്നുകൊടി. ഊന്നുവടികൾ. അതിൽ കൊടി കെട്ടിയിട്ടാണ് ഒരു ഈ സ്റ്റേഡിയത്തിൽ യുദ്ധത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ കണ്ട രണ്ട് കളി എന്ന് പറയുന്നത് ഒന്ന് ഇറാഖും ചൈനയുമായിട്ടുള്ള കളിയും പിന്നെ ഇറാഖും ഓസ്ട്രേലിയ ആയിട്ടുള്ള കളിയാണ് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തതും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയത്. അപ്പോൾ ഈ പ്രായമായ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഭയങ്കര ആരാധനയാണ് അവർക്ക്. അവരുടെ ബ്ലഡിലുള്ള ഒരു ഒരു വലിയൊരു സംഭവമാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പം അധികം സ്ത്രീകളും അതുപോലെ ഈ ചെറിയ അടുത്ത് ഈ കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ യൂനസ് മഹമ്മൂദിന് കൊടുത്തിട്ട് യൂനു ഒന്ന് ഇങ്ങനെ മൊത്തിത്തരൂ എന്ന് പറഞ്ഞിട്ട് ഈ കൊടുക്കുന്ന സീൻ. അപ്പോൾ ഇദ്ദേഹം ട്രെയിൻ ചെയ്യുന്നിടത്തുനിന്ന് പോയിട്ട് കുട്ടിയെ മേടിച്ചിട്ട് മൊത്തി തിരിച്ചു കൊടുക്കുന്നതും ഭയങ്കരമായിട്ടുള്ള. അപ്പോൾ യൂനസ് മഹമ്മൂദ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറാഖിൻ്റെ ഒരു വലിയൊരു ഒരു ഹീറോ. തീർച്ചയായിട്ടും. അപ്പം ഞാൻ അതുകൊണ്ട് കൂടിയാണ് ആ ഒരു പ്രൊജക്റ്റിലൂടെ ഒരു ഒരു യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു ഒക്കുപേഷനിലൂടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഫുട്ബോളിൻ്റെ ആ ഒരു 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 ട്രയംഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് ആ ഷോയുടെ അത് സ്റ്റേഡിയം എന്നുള്ള പേരിൽ ചെയ്തതല്ലേ? അല്ലല്ല, ഞാനത് ലെഫ്റ്റ് ലെഗ്സ് എന്നാണ്. ലെഫ്റ്റ് ലെഗ്സ്. അത് ബ്രസലിൽ ഒരു ഒരു സോളോ ഷോ ആയിട്ടാണ് ഞാനത് അവതരിപ്പിച്ചത്. അതിൽ 2 ഫോട്ടോഗ്രാഫിക് പ്രോജക്റ്റ് ഞാൻ അതിനുശേഷം മാഡ്രിഡിൽ ഒരു മ്യൂസിയത്തിൽ നിന്ന് എനിക്കൊരു ഈ പ്രോജക്റ്റ് കാണിക്കാനായിട്ടൊരു ഇൻവിറ്റേഷൻ കിട്ടുന്നുണ്ട്. അതിൽ ഈ നാഷണൽ ടീം ഈ ഒരുമിച്ച് നിന്ന് ദേശീയ ഗാനം പാടുന്ന ഒരു ചിത്രവും അതുപോലെ സ്റ്റേഡിയത്തിൽ ഈ കാണികൾ ഈ ക്രച്ചസ് വീശുന്നു. അത് 24 അടി വലിപ്പമുള്ള. ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ഫോട്ടോഗ്രാഫ് കണ്ടു ഞാൻ. അതെ അതെ, ആ വർക്ക് പിന്നെ അതിലെ നാഷണൽ ആന്തം പാടുന്ന ആ വർക്ക് മാഡ്രിഡ് മ്യൂസിയം കളക്ട് ചെയ്യുകയുണ്ടായി. ഈ വർക്കുകളെ ഇറാഖി ഫുട്ബോൾ ടീം അംഗങ്ങളും ഇറാഖി ജനങ്ങളും എങ്ങനെയാണ് സ്വീകരിച്ചത്? കണ്ടിട്ടുണ്ടോ അവരിത്? ഞാൻ ഒരു പ്രാവശ്യം തിരിച്ചു പോയപ്പോഴത്തെ ഒരു വിസിറ്റിൽ ഞാൻ കുറേ കാറ്റലോഗുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡ്യൂസ് ചെയ്ത സംഭവങ്ങളൊക്കെ യൂനസ് മഹമ്മൂദിനും ടീമിനും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിതിനേക്കാളും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അവർക്കത് അതൊരു പ്രൊജക്റ്റ് വേറെ ഞങ്ങളുടെ ദുരിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ വേറൊരു ആൾ പറഞ്ഞ കഥ എന്നുള്ള രീതിയിലാണ് അവരതിനെ നോക്കുന്നത്. വലിയ ഞാൻ ഇന്ന് റിയാസിന്റെ ആ വർക്കുകൾ ഒന്നുകൂടി കാണുകയായിരുന്നു. ഒരു മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ അഭിമാനം തോന്നിയതാണ്. കാരണം ആ രാജ്യത്തിലെ ജനങ്ങളുടെ ദുരന്ത കാലത്തിൽ അവരുടെ ഏറ്റവും വലിയ സ്പോർട്ടായിട്ടുള്ള ഫുട്ബോളിനോട് കേരളത്തിൽ നിന്നും ഫുട്ബോളിനെ പ്രണയിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ഒരു കലാകാരൻ ഇങ്ങനെ പ്രതികരിച്ചു എന്ന് അറിയുമ്പോഴുള്ള ഒരു സന്തോഷം വളരെ വലുതാണ്. അത് ഞാൻ പറയുകയാണ്. ഇനി എനിക്ക് ഈ ബെർലിനിൽ നടന്ന ഷോയെ കുറിച്ച് പറയാം. ബെർലിനിൽ പ്രധാനമായിട്ട് അതിൽ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ ഈ ഫുട്ബോളേഴ്സിൻ്റെ വലിയ ഒരു 8 അടി ഒരു 6.5 അടി 7 അടിയൊക്കെ ഉയരമുള്ള കാലുകളിൽ നിന്ന് ഒരു കോൺക്രീറ്റ് ഒരു ഇൻസ്റ്റലേഷൻ പ്രോജക്റ്റുകളാണ്. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് റിയാസ് ചെയ്ത വർക്കുകൾ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സോളോ ഷോ പോലെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. അത് നമുക്ക് ചെയ്യണ്ടേ? അത് ഇന്ത്യയിലും കാണിച്ചിട്ടില്ല. ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ഇതൊക്കെ ഇതെവിടെ ഈ വർക്ക് ഇരിക്കുന്നത്? ഇപ്പോഴും ഇത് അസാമാന്യമായ ഒരു വർക്കാണ്. ഇപ്പൊ റിയാസ് പറയാൻ പോകുന്ന ആ ഫുട്ബോൾ കാലുകളും അത് അസാമാന്യമായ ഒരു വർക്കാണ്. ആ വർക്കുകളൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ പ്രൈവറ്റ് കളക്ഷനുകളിലൊക്കെയാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ ഇല്ല. പല ഇന്ത്യയിലില്ല, ഒരു വർക്കും ഇല്ല ഇന്ത്യയിലില്ല. ഇനി ആ വർക്കിനെ കുറിച്ചൊന്ന് പറയൂ. അല്ല, അതിൽ പ്രധാനമായിട്ട് ഈ ടീം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അട്രോസിറ്റീസ്, അതുപോലെ തന്നെ ഈ ടീമിൻ്റെ ഒരു റെസിലിയൻസ് സ്പിരിറ്റുകൾ, പിന്നെ ഈ യൂനസ് മഹമ്മൂദിൻ്റെ പോർട്രേറ്റുകൾ,
അപ്പം ഇത്തരം സംഭവങ്ങളാണ് അതിൽ ഒരു സെക്ഷനായിട്ട് ഇറാഖിൻ്റെ ഒരു നരേറ്റീവ് എന്നുള്ള രീതിയിൽ. പിന്നെ ഉണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാൻ. ഇപ്പോൾ അതിൽ അഹമ്മദ് ഷാ മസൂദിൻ്റെ വലിയ പോർട്രേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഉം, പിന്നെ വേറൊരു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സംസ്കാരങ്ങളെ തുടച്ചു നിൽക്കുന്ന ആ, ഒരു ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ ഞാൻ ഈ യുദ്ധത്തിനെ കാണുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൺടേക്കേഴ്സ്, അതുപോലെ പ്രധാനപ്പെട്ട ഒരു വർക്ക് വാച്ചിങ് ദ അതർ വേൾഡ് സ്പിരിറ്റ്സ് ഫ്രം ദ ഗാർഡൻസ് ഓഫ് ബാബിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു ഇൻസ്റ്റലേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് അത് ക- അത് അതിന്റെ ഇമേജസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അല്ലാതെ അത് ഞാൻ ഈ പ്രധാനമായിട്ട് ഈ റിലേറ്റഡ് ലിസ്റ്റ് ഷോ പ്രധാനമായിട്ട് ഒരു ഫുട്ബോൾ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലല്ല ഓക്കെ ഓക്കെ കൺസീവ് ഓക്കെ ചെയ്തത്. ഓക്കെ. അത് കാരണം കൊണ്ട് ഞാൻ അയക്കാതിരുന്നതാണ്. ആ, അതെന്തായിരുന്നു അതിന്റെ പേര്? റിലേറ്റഡ് ലിസ്റ്റ് റിലേറ്റഡ് ലിസ്റ്റ്. ആ ഇല്ല, ഷോയുടെ അത് പേര്. അത് നേരത്തെ റിയാസ് പറഞ്ഞിരുന്നു. പക്ഷെ ഈ ബാബിലോണിയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. ബാബിലോൺ. അതൊരു വലിയൊരു ഇൻസ്റ്റലേഷൻ്റെ ടൈറ്റിലാണത്. ഈ ആ, വാച്ചിങ് ദ അതർ വേൾഡ് സ്പിരിറ്റ്സ് ഫ്രം ദ ഗാർഡൻസ് ഓഫ് ബാബിലോൺ. ബാബിലോൺ. ഓക്കെ. അത് ഒരു സിവിലിയൻസിൻ്റെ ഒരു ഫ്ലൈറ്റിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. കാരണം ഈ യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ ഒരു സാധാരണക്കാരൻ്റെ യുനോ അവരുടെ ഒരു സ്പിരിറ്റിൻ്റെ ഒരു മെമ്മോറിയൽ എന്നുള്ള രീതിയിലാണ് ആ പ്രൊജക്റ്റൊക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്തിരുന്ന ഇഷ്യൂസ് അങ്ങനത്തെയാണ്. കുറേ കൂടി ഇൻ്റർനാഷണൽ ഈ ഗ്ലോബൽ കോൺഫ്ലിക്റ്റുകളും യുദ്ധവും ഈ മൈഗ്രേഷൻ സ്റ്റോറീസും ഡിസ്പ്ലേസ്മെൻ്റൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെയാണ് ഞാൻ ഈ ഇറാഖ് പ്രൊജക്റ്റിനെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പൊ ഈ ബെർലിനിൽ നടന്ന ഷോ ഇതാണ്, ഈ റിലേറ്റഡ് ലിസ്റ്റ് ആണ്. അതെ അതെ, അത് 2008 ഷോ നടക്കുന്നത്. ഓക്കെ. ഇനി ഈ മൾട്ടി കൾച്ചറലിസം, ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഈ ഒരു വിവിധ സംസ്കാരങ്ങളുടെ സമന്വയത്തിലേക്കുള്ള റിയാസിന്റെ ചരിത്ര താല്പര്യം വളരെ വ്യക്തമാണ്. ഇനി എനിക്ക് ഈ ഫ്രഞ്ച് ഫുട്ബോളിനോടുള്ള ഒരു ആകർഷണത്തിന്റെ കഥ പറയാമോ? അത് ഞാൻ ആദ്യം നമ്മളിപ്പോൾ ഈ ബോംബെയിലേക്കൊക്കെ വന്നപ്പോൾ നമ്മുടെ കൂടിയ ഒരു സംഭവം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മൾട്ടി കൾച്ചറൽ ഡൈവേഴ്സ് ഒരു അത്തരം ഒരു സൈറ്റിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യണം എന്നുള്ള തോട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അതായിരിക്കണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആർഗ്യുമെൻ്റ് എന്നുള്ളത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ ഈ ഫ്രഞ്ച് ഫുട്ബോൾ അവരുടെ മൈഗ്രേഷൻ സ്റ്റോറീസും സംഭവങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞതിൻ്റെ കുറച്ച് നാൾ മുമ്പ് ഇപ്പോൾ ഫ്രഞ്ച് ടീമിനെ കുറേയും കൂടി മൾട്ടി കൾച്ചറൽ എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡിസ്കോഴ്സുകൾ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പുതിയ ഇംഗ്ലണ്ട് ടീം പോലും വളരെ മൾട്ടി കൾച്ചറലും ഡൈവേഴ്സ് ആണെന്നുള്ള ഡിസ്കോഴ്സ് ഭയങ്കരമായിട്ട് ചൂട് പിടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഫ്രാൻസിനെ അന്ന് സ്വിറ്റ്സർലാൻഡ് തോൽപ്പിച്ചപ്പോഴും തോന്നിയൊരു സംഭവം വെച്ചാൽ അവരൊരു സെയിം കോമ്പറ്റിങ് ടീം പോലെയാണ് അവസാനം അവർ കളിക്കുന്നത്. അത് ഈ മൈഗ്രൻസിൻ്റെ പ്രസൻസും ആ ഒരു ടീമിൻ്റെ മൾട്ടി കൾച്ചറലിസും. അപ്പോൾ അതിൽ അന്ന് 2009 ഞാൻ ഇത്തരം സംഭവമായിട്ട് വർക്ക് ചെയ്യണമെന്ന്. എൻ്റെ ഒരു സുഹൃത്ത് ഗാലറിസ്റ്റ്, ആംസ്റ്റർഡാമിലുള്ള വില്യം ബാസ് എന്ന് പറയുന്നൊരു ഗാലറിസ്റ്റ്, വളരെ പ്രശസ്തനായ ഫുട്ബോൾ റൈറ്റർ ഈ സൈമൺ കൂപ്പർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ FT കോളമിസ്റ്റൊക്കെയാണ്. ഫുട്ബോളിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ 2 പ്രശസ്തമായ പുസ്തകങ്ങളുണ്ട്. ഒന്ന് ഫുട്ബോൾ അഗെയിൻസ്റ്റ് എനിമി, പിന്നെ സോക്കർനോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഫുട്ബോളിൻ്റെ എക്കണോമിയെ കുറിച്ചിട്ടുള്ള ഒരു സ്വിസ് എക്കണോമിസ്റ്റായിട്ട് കൊലാബറേറ്റ് ചെയ്തൊരു പുസ്തകം. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് പരിചയപ്പെടുത്തി തരാണ്. അപ്പം അങ്ങനെ അദ്ദേഹമായിട്ടുള്ള കൺവെർസേഷനിലാണ് ഞാൻ കുറച്ചുകൂടെ ഇത്തരം പദ്ധതികളിലേക്ക് കടക്കുന്നതും ഈ ഫ്രഞ്ച് ഫുട്ബോളിൻ്റെ മൾട്ടി കൾച്ചറലിസം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊരു പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അന്ന് വേൾഡ് കപ്പ് വരുന്നു 2010. അപ്പോൾ ഞാൻ അന്ന് ഇന്ത്യൻ ടീമിനെ വീണ്ടും വിസിറ്റ് ചെയ്യുന്നുണ്ട്. സുബ്രതോ ടു സീസർ എന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ വലിയൊരു ഗാലറിയിൽ ഒരു മേജർ ഇൻസ്റ്റലേഷൻ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഈ സുബ്രതോ എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ ഗോൾ കീപ്പറും ഇന്ത്യയുടെ ഗോൾ കീപ്പറും, സീസർ ബ്രസീലിൻ്റെ ഗോൾ കീപ്പർ. ഈ 2 ഗോൾ പോസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് നമ്മുടെ പ്രശ്നം. ഒരു
ഒരു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നം അങ്ങനെ കൺസെപ്റ്റലൈസ് ചെയ്തിട്ട് ഒരു വലിയൊരു ഇൻസ്റ്റലേഷൻ പ്രൊജക്റ്റും ലൈവ് ഫുട്ബോൾ സ്ട്രീമിങ്ങുമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മളതിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ ഷോ ബോംബെയിൽ ഇനാഗുറേഷൻ നടക്കുന്നു. മൊത്തം ഇന്ത്യൻ ഫുട്ബോൾ ടീം ആ ഷോയിൽ പ്രസൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വിക്ടർ മഞ്ഞില, അതുപോലെ കൊച്ചിയിൽ നിന്ന് പഴയ സീനിയർ പ്ലെയർ ജാഫർക്ക് ഒക്കെ വന്നിരുന്നു ഈ എക്സിബിഷൻ്റെ ഓപ്പണിങ്ങിനൊക്കെ ആയിട്ട്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു ചടങ്ങായിരുന്നു അത്. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഉല്ലേഖ്, ഒരു ജേർണലിസ്റ്റും റൈറ്ററും ആയിട്ടുള്ള ഉല്ലേഖും, ഞങ്ങൾ 25 ദിവസത്തേക്ക് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രധാന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഫ്രഞ്ച് ടീമിനെ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റണം അവിടെ പോയിട്ട്. അപ്പോൾ സൈമൺ കൂപ്പർ അവിടെ വരുന്നുണ്ട്. സൈമൺ കൂപ്പർ ഫുട്ബോൾ റൈറ്റർ എന്നുള്ള രീതിയിൽ ഒരു മാസം ആൾ സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച് പിന്നെ ആംസ്റ്റർഡാമിലേക്ക് ചെറുപ്പകാലമൊക്കെ ജീവിച്ച മനുഷ്യനാണ്. ഇപ്പോൾ പാരീസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണുന്നു. പക്ഷേ ഈ ആദ്യത്തെ റൗണ്ടിൽ വെച്ചിട്ട് തന്നെ മെക്സിക്കോ ആയിട്ട് തോറ്റതിന് ശേഷം കോച്ചും അനൽക്കയായിട്ട് ഇടഞ്ഞിട്ട് പിന്നത്തെ കളിയിൽ അവർ വീണ്ടും തോൽക്കുകയും വേൾഡ് കപ്പിൽ നിന്നും പുറത്ത് ആയി പോകുന്നുണ്ട്. അങ്ങനെ ഫ്രഞ്ച് ടീം ശരിക്കും ഇല്ലാത്തൊരു സൗത്ത് ആഫ്രിക്കയിലാണ് പിന്നെ നമ്മൾ അപ്പോൾ അത് വേറൊരു പുതിയ ലോകം തുറക്കുകയായിരുന്നു അല്ലേ? അതെ. പിന്നെ പക്ഷേ ഞാൻ ആ സ്റ്റോറി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആ പ്രൊജക്റ്റ് ഞാൻ ചെയ്തു തീർത്തു. അതിൽ 3 പ്ലെയേഴ്സിനെയാണ് പ്രധാനമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. അതൊന്ന് ലിലിയൻ തുറാം, അദ്ദേഹത്തിന് ഒരു വലിയൊരു ഓർഗനൈസേഷനൊക്കെ ഉണ്ട്, മറ്റേ ലിലിയൻ തുറാം ഫൗണ്ടേഷൻ അഗെയിൻസ്റ്റ് റേസിസം. അതുപോലെ അനൽക്ക ആൻഡ് സിഡാൻ. അത് വലിയൊരു എക്സിബിഷൻ, ഒരു 30 അടി നീളമുള്ള ഈ 11 പ്ലെയേഴ്സിൻ്റെ കാലുകൾ വുഡിൽ കാർവ് ചെയ്തിട്ട് അവർ ക്യാരി ചെയ്തു പോകുന്ന ഒരു സിംബോളിസം ഒക്കെ വെച്ചിട്ട്, എന്നിട്ട് പോംപിഡോ സെൻറ്ററിൽ ഒരു മേജർ പ്രോജക്റ്റിന് അത് സെലക്ട് ചെയ്യപ്പെട്ടു. പിന്നെ ആ വർക്ക് പിന്നീട് വളരെ സിംബോളിക്കായിട്ട് കൽക്കട്ടയിലൊരു കളക്ഷനിലാണ് വർക്ക്. ഒരു ഭയങ്കര രസമാണ്. ഒരു കൽക്കട്ടക്കാരൻ്റെ ഒരു ഫുട്ബോൾ ഭ്രാന്ത് ആ വർക്ക് അവർ കളക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ റിയാസെ, ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇത് കേരളത്തിൽ നമുക്കൊരു സോളോ ഫുട്ബോൾ ഈ വർക്കുകൾ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, അതിപ്പോൾ പല മ്യൂസിയം പ്രൊജക്റ്റുകളും ചെയ്യുന്ന പോലെ നമ്മൾ വർക്ക് തിരിച്ച് ഈ ലോൺ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ടല്ലോ. അങ്ങനത്തെ ഒരു വലിയൊരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും ഈ ഒരു ഇത്തരം വർക്കുകളൊക്കെ തിരിച്ച് കാണിക്കണമെന്ന്. പക്ഷേ ഈ 25 ദിവസത്തെ ഈ സൗത്ത് ആഫ്രിക്ക അതാണ് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വലിയൊരു സ്റ്റോറി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ പാരീസിൽ ഈ എക്സിബിഷൻ നടത്തിയ സമയത്ത് വളരെ രസകരമായിട്ടുള്ളൊരു പബ്ലിക്കേഷൻ ഇറക്കാൻ പറ്റി. കാരണം ഈ സൈമൺ കൂപ്പർ എഡിറ്റ് ചെയ്തു ഒരു പബ്ലിക്കേഷൻ. ഞാനൊരു ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു മാഗസിൻ ഇറക്കുമായിരുന്നു. അതിൻ്റെ ഒരു 2ാമത്തെ 3ാമത്തെ എഡിഷനാണ്. അപ്പോൾ സൈമൺ കൂപ്പർ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ആർട്ടിക്കിൾ എഴുതി. പിന്നെ അതുപോലെ തന്നെ ലിലിയം തുറാമിൻ്റെ ലൈഫും ഹിസ്റ്ററിയും സംസാരിച്ചുകൊണ്ട് ലോറൻ ഡുബോസ് എന്ന് പറഞ്ഞിട്ടൊരു ഫുട്ബോൾ ഹിസ്റ്റോറിയൻ്റെ ഒരു ആർട്ടിക്കിൾ, അത് സൈമണാണ് എല്ലാം അത് എഡിറ്റ് ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ട്. അതുപോലെ ഫ്രഞ്ച് ടീമിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് സൈമൺ കൂപ്പർ തന്നെ വേറൊരു സ്റ്റോറി കൂടി സിഡാനെ കുറിച്ചിട്ട് അതിൽ എഴുതി. പിന്നെ ഇന്ത്യയുടെ കൾച്ചറുമായിട്ട് ഇപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അന്ന് ഐശ്വര്യ റോയൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു എങ്ങനെയാണ് ഒരു കൾച്ചറൽ അസിമിലേഷൻ നടക്കുന്നത്, അങ്ങനെ ഒരു സ്റ്റോറി ആ ന്യൂസ് ലെറ്ററിൽ നമുക്ക് ഇറക്കാൻ പറ്റി. പക്ഷേ ഒരു സൗത്ത് ആഫ്രിക്കൻ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് ഈ സുബ്രതോ ടു സീസർ പ്രൊജക്റ്റിൻ്റെ ഒരു അതിൻ്റെ ഭാഗമാണത്. കാരണം നമ്മൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് ഈ ഫുട്ബോളിൻ്റെ മഹത്വമാണ്. കാരണം സൗത്ത് ആഫ്രിക്കയുടെ ഒരു പുതിയ അപ്പാർത്തൈഡ് നരേറ്റീവുകൾക്കൊക്കെ ശേഷം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നൊരു രാജ്യത്ത് ഫുട്ബോൾ ഒരു വലിയൊരു സൊലൈസ് ആയിട്ടാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഈ ഖത്തറിലൊക്കെ വരുന്ന ഫുട്ബോളിൻ്റെ ഒരു പുറകിലുള്ളൊരു ഒരു നരേറ്റീവിലൊക്കെ അത്തരം ഒരു സംഭവമുണ്ട്. കാരണം ഒരു ഫുട്ബോളിന് കൊണ്ടുവരാൻ പറ്റുന്നൊരു മാറ്റം. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക, ഒരു വളരെ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യത്ത് ലോകത്തിലെ പ്രമുഖ ഫുട്ബോളിംഗ് നേഷൻസ് ഡിസെൻഡ് ചെയ്യുന്നു അവരുടെ ഇതിൽ കളിക്കാനായിട്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യുക. അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്ക യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന പദ്ധതിയായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ജോഹന്നസ്ബർഗിൽ ഇറങ്ങുന്നു.
യുനോ അവിടുത്തെ ആദ്യത്തെ 1-2 ദിവസമൊക്കെ നമ്മൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വിസിറ്റുകളാണ്. കാരണം നമുക്ക് അറിയില്ല. അപ്പം നമ്മളവിടെ ടാക്സി റാൻഡുകളിലൊക്കെ, ടാക്സി റാൻഡ് വെച്ച് ഭയങ്കര ക്രൈം ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആളുകൾ പറയും പോകരുത്, അവിടെ പോയി കറങ്ങുന്നു. അതുപോലെ ഏറ്റവും ക്രൈം ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള ബ്രീ സ്ട്രീറ്റിൽ ഞങ്ങളൊരു ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസിലൂടെ നമ്മൾ പോകുന്നു. അവിടെ നിന്ന് നമ്മൾ പിന്നെ യാത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വയ റോഡും ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രം നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് അവിടെ നിന്ന് നേരെ. അപ്പോൾ 2-3 ടാർഗറ്റുകളാണ്. ഒന്ന് ഗാന്ധി, പിന്നെ ഒന്ന് നെൽസൺ മണ്ടേല, പിന്നെ അപ്പാർത്തൈഡ് ഫുട്ബോൾ ലെജൻസിനെ മീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് അവരായിട്ട് സംസാരിക്കുക. അപ്പോൾ ഉല്ലേഖ് എഴുതുന്നുണ്ട്. നമ്മളന്ന് 2-3 ദിവസം കൂടുമ്പോൾ ഇന്ത്യയിലേക്ക് സ്റ്റോറി അയക്കുന്നുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ആദ്യം നെൽസ്ട്രോയിറ്റിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ അന്ന് ഡ്രോഗ്ബയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ഡ്രോഗ്ബ അവരന്ന് പുറത്താകുന്നൊരു കളിയായിരുന്നു, ഒരു പൂമലങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഡർബനിലേക്ക് പോകുന്നു. ഡർബനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മണ്ടേലയുടെ കൂടെ 10 വർഷം ജയിലിൽ കിടന്നിരുന്ന സണ്ണി സിംഗിനെ നമ്മൾ കാണുന്നതും. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിറ്റേ ദിവസം ഞങ്ങളെ ഈ എന്താ പറയുക, ഇത് ഈ ഗാന്ധി ആശ്രമം കാണിക്കാൻ പോകുന്നത്, ഒരു ഫീനിക്സ് സെറ്റിൽമെൻറ്റ് കാണിക്കാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇദ്ദേഹം മണ്ടേലയായിട്ട് പ്രസൻറ്റിൽ കിടക്കുന്ന ധാരാളം കഥകൾ. അവിടെ നിന്ന് പിന്നെ നമ്മൾ പോർട്ട് എലിസബത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു മൊത്തമായിട്ടുള്ള, പിന്നെ ജോർജിൽ നിന്ന് നമ്മൾ കേപ്പ് ടൗൺ, അങ്ങനെ ഒരു ഫുട്ബോൾ. പിന്നെ അവിടെ ഉള്ള മറ്റ് ഫുട്ബോൾ മാത്രമല്ല, ആ ഫുട്ബോളിലൂടെ ഒരു റെജുവിനേഷൻ സംഭവിച്ചിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് ഒരു ഹ്യൂമിലിയേഷൻ സഹിച്ച് ജീവിക്കേണ്ടി വന്നിരുന്ന ഒരു സൊസൈറ്റി പെട്ടെന്ന് ഒരു ആഹ്ലാദിക്കുന്ന ഒരു മൊമെൻ്റ്, അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര സംഭവമായിരുന്നു. കാരണം ഞങ്ങളുടെയൊക്കെ കേപ്പ് ടൗണിൽ ഞങ്ങൾ കുറേ ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കേപ്പ് ടൗണിൽ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ടേബിൾ മൗണ്ടൻ പോകുന്നതും ഇന്ത്യൻ സെറ്റിൽമെൻറ്റുകൾ വിസിറ്റ് ചെയ്യുന്നതും. അതുപോലെ പ്രധാനമായിട്ട് മണ്ടേലയുടെ റോബൻ ഐലൻഡ് വിസിറ്റ് ചെയ്യുന്നത്. മണ്ടേല 18 വർഷം തടവിൽ കിടന്ന അടവറയിലൊക്കെ ഞങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര ഒരു ഇൻഫ്ലോ ഉണ്ടായിരുന്നു ആ സമയത്ത്, ടൂറിസ്റ്റുകളുടെ ഒരു ഇൻഫ്ലോ ഉണ്ടായിരുന്നു. പക്ഷേ വേറൊരു രസമുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ സൊവറ്റോ വിസിറ്റ് ചെയ്യുന്നത്, മണ്ടേലയുടെ വീട് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ മറ്റേ സോവറ്റോ അപ്രൈസിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മറ്റേ ഹെക്ടർ പീറ്റേഴ്സൺ മ്യൂസിയം, അതന്ന് ശരിക്കും കാണാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് പോയപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് ഈ ഹെക്ടർ പീറ്റേഴ്സൺ മ്യൂസിയം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിയമാണ്. ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തതാണ്. അത് അപ്പാർത്തൈഡ് മ്യൂസിയത്തിനേക്കാളും കുറേ കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ സ്വഭാവം കൈകാര്യം ചെയ്യുന്നതാണ്. പക്ഷേ ഈ റോബൻ ഐലൻഡിൽ ഒരു മലയാളി സ്റ്റോറി ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ റോബൻ ഐലൻഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവർ ഈ എന്താ പറയുക, ഈ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ കുറിച്ചിട്ട് അവർ സംസാരിച്ച് തുടങ്ങും. അവരുടെ ഒരു ഈ അവരുടെ ടൂറിൻ്റെ ഭാഗമായിട്ട് അവരാദ്യം കാണിക്കുന്ന ആ പ്രിസൺ കാർഡ് എന്ന് പറയുന്നത് ബില്ലി നായർ എന്ന് പറഞ്ഞ ഒരു പ്രിസണറെ കുറിച്ചിട്ടുള്ള നാരേറ്റീവിലൂടെയാണ് തുടങ്ങുന്നത്. ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അത് മൊത്തം ഒരു 2-3-4 മണിക്കൂർ നേരത്തെ ആ ടൂറ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബോട്ടിലേക്ക് കയറുമ്പോഴത്തെ ആ ഒരു ട്രോമ ഉണ്ടല്ലോ, ദാറ്റ് വാസ് ലൈക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് പോയിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഫാമിലിയായി പോയപ്പോൾ ഞാൻ മറിയത്തിനെയും അതുപോലെ സോയൊക്കെ വീണ്ടും അവിടെ കൊണ്ടുപോയിരുന്നു. അന്ന് നല്ല ഇറ്റ് വാസ് എ സണ്ണി ഡേ. നോർമലി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ടാകാറുണ്ട് അവിടെ. പക്ഷേ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. ഇനി എനിക്ക് കൂടുതൽ കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കാനുണ്ട്. ഒന്ന് ഈ ഫുട്ബോൾ ഫെസ്റ്റിവൽസിൻ്റെത്, പിന്നെ ഫുട്ബോളിൽ നിന്ന് ഒന്ന് മാറി ഈ സച്ചിൻ ടെണ്ടുൽക്കറുമായിട്ടുള്ള അസോസിയേഷൻ. ഇല്ല, ഞാനതിൽ വേൾഡ് കാരണം വേണമെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് നിർത്താം. കാരണം അത് ഭയങ്കര രസമുള്ള കഥയാണ്. ഞങ്ങളന്ന് ഈ കളിയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനത്തെ താമസം പ്രിട്ടോറിയയിലാണ്. പ്രിട്ടോറിയയിൽ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്ന് ഈ ഫൈനലിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. തലേ ദിവസം ഹോട്ടലിൽ ദുബായിൽ നിന്ന് വലിയൊരു ഗ്രൂപ്പ് വരുന്നുണ്ട് ഫൈനൽ കാണാനായിട്ട്. അവർക്ക് എന്തോ ജങ്കറ്റ് അങ്ങനെ കൊടുത്തിട്ട്, ഏതോ ഒരു കോർപ്പറേറ്റ് ഏജൻസിയുടെ.
അപ്പം ഞങ്ങൾ ഒരാഴ്ച മുമ്പ് തിരയുന്നതാണ് ഫൈനൽ കളിക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ അവസാനം ഒരു രക്ഷയില്ല. ഞങ്ങൾ പലരിടത്തും പല സ്ഥലങ്ങളിലും പോകുന്നു, പല ആളുകളുമായിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള ചില ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരിക്കുമ്പോൾ വി സോ എ മലയാളി കപ്പിൾ, അതും മലപ്പുറത്ത് നിന്ന്. അപ്പോൾ അവർ അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല, ഞങ്ങൾ ടിക്കറ്റ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര പ്രശ്നം കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ തിരിച്ചു വന്ന് കണ്ടു, ഇങ്ങനെ ലഞ്ചിനൊക്കെ മുമ്പായിട്ട്. ഞങ്ങളപ്പോൾ ഹോട്ടലിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞു എൻ്റെ അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇങ്ങനെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല, അവർക്കിങ്ങനെ പനിയും ഒരുതരം ഭയങ്കര തണുപ്പായിരുന്നു അന്ന്. അന്നത്തെ ആ കളി ഇങ്ങനെ ഗ്രൗണ്ടിൽ നല്ല തണുപ്പ്, ഇങ്ങനെ ഫ്രീസിങ് കോൾഡ്. ഞങ്ങൾ കളി കാണാൻ പോകണ്ടെന്ന് തീരുമാനിച്ചു. ഞങ്ങളൊരു ഒരു റിലേറ്റീവ് ഉണ്ട്, അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ്. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് കളി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഈ കപ്പിള്, ഈ മലപ്പുറത്ത് നിന്ന് വന്ന ഈ കപ്പിള് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ടിക്കറ്റ് തരാണ്. ഞങ്ങൾക്ക് കിട്ടിയൊരു സ്വർഗമുണ്ടല്ലോ, ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഈ നാട്ടിലെ ഫുട്ബോൾ ഭ്രാന്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതൊരു ഭയങ്കര അനുഭവമാണ് അതൊരു. പിന്നെ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിച്ചനുസരിച്ച് ഈ ഫുട്ബോൾ ഫിലിം ഫെസ്റ്റിവൽ ഒരു രസമുള്ളൊരു അനുഭവമായിരുന്നു. കാരണം ഫൈസൽ ഖാൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റുമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളൊരു ഡ്രൈവ് ഇൻ ഫുട്ബോൾ ഫിലിം ഫെസ്റ്റിവൽ ഗോവയിൽ ചെയ്തു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് പിന്നെ ബീന പോൾ ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ട്രിവാൻഡ്രം ഫിലിം ഫെസ്റ്റിവലിൽ 2012 അത് അമേരിക്കയിലുള്ള കിക്കിംഗ് ആൻഡ് സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി വിപുലമായിട്ടാണ് ചെയ്തത്. ആ സമയത്ത് യാൻ ടിൽമാൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ളൊരു ഫുട്ബോൾ ഫിലിം ഹിസ്റ്റോറിയൻ 500 സിനിമകൾ ഫുട്ബോളിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ഹൈ വോളിയം പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്തു. അദ്ദേഹം എൻ്റെ കൂടെ 1 മാസം ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഫുട്ബോളുമായിട്ടുള്ള. ഇപ്പോൾ സച്ചിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പ്രധാനമായിട്ടൊരു എയർപോർട്ട് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ബോംബെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്ന ക്രിക്കറ്റ് നറേറ്റീവ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇൻസ്റ്റലേഷനാണ്. ഒരു ബുദ്ധിസ്റ്റ് പിച്ച് എന്ന് പറഞ്ഞിട്ട് സച്ചിനാണ് അതിൽ പ്രൊട്ടഗോണിസ്റ്റ്. പക്ഷേ ഈ പ്രയർ വീലുകളുടെ പുറകിൽ സച്ചിൻ ഒരു ലെൻറ്റിക്കുലാറിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള, സച്ചിൻ നമ്മളെ നോക്കുന്ന ഇങ്ങനെ നമ്മളെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് സച്ചിൻ്റെ കണ്ണുമായിട്ട്. അത് ഞാൻ ആ ഫോട്ടോ എടുക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പ്, നമ്മൾ ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് എടുത്ത ആ വർഷം ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഞാൻ സച്ചിനെ അത് ഡോക്യുമെൻ്റ് ചെയ്തത്. പിന്നീട് ഒരു മേജർ പ്രൊജക്റ്റ് ചെയ്തു, അത് ബോംബെയിലെ സച്ചിൻ്റെയൊക്കെ ഒരു സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിരുന്നത്. ഒരു ഫുട്ബോളിങ് അല്ലെങ്കിൽ ക്രിക്കറ്റിംഗ് അല്ലെങ്കിൽ സ്പോർട്സിലെ ലെജൻസിനെ കുറിച്ചിട്ട് ആർട്ട് പ്രൊജക്റ്റുകൾ ചെയ്യുക. അപ്പോൾ സച്ചിനായിരുന്നു ആദ്യത്തെ അവരുടെ കാൻഡിഡേറ്റ്. അപ്പോൾ അത് നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ വലിയൊരു പ്രോജക്റ്റ് നടന്നു. അതിൽ ഞാനൊരു സൗണ്ട് ഇൻസ്റ്റലേഷൻ പ്രോജക്റ്റാണ് ചെയ്തത്. വലിയ വർക്കാണ്. ഒരു സച്ചിൻ്റെ ഒരു എ ലെഗസി ബിയോണ്ട് സെഞ്ച്വറീസ് എന്ന് പറഞ്ഞിട്ട് സച്ചിൻ്റെ 100 സെഞ്ച്വറീസ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. സച്ചിൻ്റെ കൈയാണ്, സച്ചിൻ്റെ ഒറിജിനൽ കൈ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് അതാണ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സച്ചിനായിട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്ത പ്രൊജക്റ്റ് മെസ്സി ആയിട്ടുള്ളതായിരുന്നു. പിന്നെ ആ പ്രൊജക്റ്റ് മുടങ്ങിപ്പോയി. അവരുടെ ഫിനാൻഷ്യൽ, അവർക്ക് ആ മൊത്തം ചെയ്ത 16 ആർട്ടിസ്റ്റുകൾ സച്ചിനെ കുറിച്ച് ചെയ്ത മൊത്തം സീരീസിന് ഒരു കളക്ടറെ ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ആ പ്രൊജക്റ്റ് ചെയ്തിട്ട് അവർ സിങ്ക് ചെയ്തു. പിന്നെ അവർക്കത് മറ്റ് പ്രൊജക്റ്റുകൾ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ആ പ്രൊജക്റ്റിൻ്റെ ഒരു ദുരന്ത കഥ ഉണ്ടായാലും. ഇത് ഏതാണ്ട് 3 പതിറ്റാണ്ടുകളോളം വ്യാപിച്ചു കിടക്കുന്ന റിയാസിന്റെ ഫുട്ബോൾ പ്രണയവും കലാ വ്യവഹാരങ്ങളും എല്ലാം കൂടെ ഇടകലർന്ന ഒരു അനുഭവ ലോകത്തിലൂടെയാണ് നാം കഴിഞ്ഞ 40 മിനിറ്റ് സഞ്ചരിച്ചത്. ഇനി ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഈ ഞായറാഴ്ച 2 ഫൈനലുകൾ നടക്കുകയാണ്. കോപ്പ അമേരിക്ക, യൂറോ കപ്പ്. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഈ 2 പ്രധാനപ്പെട്ട ഫുട്ബോൾ മത്സരങ്ങൾ കോവിഡ് കാലത്ത് കാണുമ്പോഴുള്ള അനുഭവം? വളരെ ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം.
ഇല്ല, അത് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ടൂർണമെന്റ് കാണുക എന്നുള്ളത് വലിയൊരു, എന്താ പറയുക, ഒരു ഒരു എക്സർസൈസ് ആയിരുന്നു. കാരണം ഉം. നമ്മൾ 9:30, 12:30, പിന്നെ അത് കഴിയുമ്പോഴേക്കും 2:30, പിന്നെ അതെ. രാവിലെ 5:30, 6:30 എന്ന് പറയുന്ന ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ. പക്ഷേ ഞാൻ കോപ്പ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പ്രാവശ്യം. കാരണം ഉം. കോപ്പയിൽ ഞാൻ കണ്ടിരുന്ന കളികളുടെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് ശരിക്ക് ജക്സ്റ്റപ്പോസ് ചെയ്ത് കാണാൻ പറ്റുന്നു. കാരണം ഉം. 12:30ക്ക് തുടങ്ങുന്ന കളി 2:30ക്ക് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് കോപ്പ കാണുമ്പോൾ ഒരു, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരവവും ഇല്ലാതെ നമ്മൾ ഫുട്ബോൾ മാത്രം ഒരു സ്റ്റേഡിയത്തിൽ കാണികളില്ല, ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കുന്ന കുറേം കൂടി മനോഹരമാണ് കോപ്പ, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സമയമായിട്ടാണ്. അത് ജക്സ്റ്റപ്പോസ് ചെയ്ത് കാണുന്ന കാരണം കൊണ്ടും കൂടിയാണെന്ന് എനിക്കറിയില്ല, നമ്മൾ കുറേ ആളുകളായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിലും. പക്ഷെ കോപ്പയാണ് ഞാൻ കുറേം കൂടി ഭയങ്കരമായിട്ട് എൻജോയ് എൻജോയ് ചെയ്തത്. ചെയ്തത്. നമുക്ക് എന്തെങ്കിലും ഈ റിയാസിന്റെ ഫുട്ബോൾ ആർട്ടിന്റെ ഒരു എക്സിബിഷൻ കേരളത്തിൽ നടത്താൻ കഴിയുമെന്ന പ്രത്യാശയാണ് എനിക്കുള്ളത്. കാരണം അതിന്റെ ഇമേജസ് എല്ലാം ഒരു പ്രാവശ്യം റിയാസിന്റെ സ്റ്റുഡിയോയിൽ വന്ന് കാണുകയും ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് വീണ്ടും അവയെല്ലാം കാണുകയും ചെയ്തതിന്റെ അപ്പോൾ ആ ഒരു വലിയ അനുഭവമായിരുന്നു എനിക്കത്. അത് എന്തെങ്കിലും കേരളത്തിൽ നമുക്ക് നടത്താൻ കഴിയുമെന്ന് എൻ്റെ പ്രത്യാശയുണ്ട്. ഏതായാലും ഇത്രയും ഞാൻ പറയും. ഇത് നിർത്തുന്നതിന് മുമ്പ് ഞാനൊരു ഇപ്പോൾ ഈ പ്രത്യാശ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു സോഷ്യൽ സ്പേസിൽ നമ്മൾ ഇത്തരം കളികളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളൊരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഞാനൊരിക്കൽ ഇറാനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ഫഹാനിലാണ് അന്ന് 4 ദിവസം താമസിക്കുന്നത്. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ഫഹാൻ FC, അതുപോലെ തന്നെ സൗദിയിലെ ഒരു ക്ലബ്ബും അന്ന് അവിടെ ഉണ്ട്. അവരെന്ത് AFC ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ലീഗ് നടക്കുന്നുണ്ട് അവിടെ. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡിനോട് എനിക്ക് ഈ കളി കാണണം, പിറ്റേ ദിവസത്തെ ടിക്കറ്റ് അധികം സംഘടിപ്പിച്ചിട്ട് ഇഷ്ഫഹാനിൽ കളി കാണാൻ പോകുന്നുണ്ട്. ഈ കളി കാണാൻ പോകുന്ന ഈ സ്റ്റേഡിയത്തിൽ ഒരൊറ്റ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നറിയാലോ അവിടുത്തെ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ. ഈ ഒരൊറ്റ സ്ത്രീകളില്ല. ആ ഒരു ഞാൻ ആ ജാഫർ പനാഹിയുടെ ഓഫ് സൈഡ് സിനിമയൊക്കെ അന്ന് എനിക്കൊന്ന് ഓർമ്മ വന്നിരുന്നത്. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗഡ്, അതിലൊരൊറ്റ ഒരു വുമൺ പ്രസൻസ് ഇല്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം വളരെ സർപ്രൈസിങ് ആയിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു ഫുട്ബോൾ മാച്ചിൽ സ്ത്രീകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു ഇമേജ് എനിക്ക് കുറച്ച് ദിവസം മുമ്പ് വിക്ടർ മഞ്ഞിൽ അയച്ചു തന്നു. നമ്മളുടെ ഒരു കൾച്ചറിൽ ഈ സാധനം വേറൊരു രീതിയിൽ ഭയങ്കരമായിട്ട് കമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഡിമിനിഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഇപ്പോൾ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് കേരളത്തിൽ ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിളുകൾ വേറെയാണ്. കാരണം ബോംബെയിൽ ഇത് കാണിച്ച സമയത്ത് എൻ്റെ ഫസ്റ്റ് കോൺഫ്ലിക്റ്റ് ആർട്ട് വേൾഡ് ഇൻ്റലക്ച്വൽസ് ആയിട്ടായിരുന്നു. എന്താ ഫുട്ബോൾ, ആ ഒരു വിലയില്ലായ്മ, ആ ഒരു ഫുട്ബോളിൻ്റെ ഒരു ലാർജർ സോഷ്യൽ ഇംപ്ലിക്കേഷനും കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ട് അവർക്ക് ചർച്ച ചെയ്യാനോ അതുമായിട്ട് ബന്ധപ്പെടാനോ താല്പര്യമില്ല. അങ്ങനത്തെ ഒരു സ്പേസിൽ നിൽക്കുന്ന കാരണം കൊണ്ടാണ് ആർട്ടിലൂടെ ഒരു ഫുട്ബോൾ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് കേരളത്തിലൊക്കെ നടത്താൻ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു റിയാസ് ഫോർ യുവർ ക്വാളിറ്റി ടൈം. വീണ്ടും ഈ കോവിഡിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം കഴിയുമ്പോൾ ആർട്ട് വേൾഡ് കൂടുതൽ സജീവമാകുമെന്നും ഗാലറികൾ ഉടൻ തന്നെ തുറക്കപ്പെടുമെന്നും അപ്പോൾ നമുക്ക് നേരിൽ കാണാമെന്നും പ്രത്യാശിക്കുന്നു. നമ്മുടെ ഒരുമിച്ചൊരു യാത്രയും ഡ്യൂ ആണ്. അതും നടക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നാളെ ആര് ജയിക്കും ഗോപാലകൃഷ്ണൻ? എന്റെ ഈ കോപ്പ അമേരിക്കയിൽ ഞാൻ പറയൂല അഭിപ്രായം. പറഞ്ഞ മലയാളികളുടെ അടി കിട്ടും. മലയാളികളുടെ അടി കിട്ടും. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് മെസ്സിയുടെ മഹാത്ഭുതങ്ങൾ നടന്നില്ലെങ്കിൽ ബ്രസീലിന് ഒരു ചാൻസ് ഉണ്ടെന്നാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഒരുപക്ഷെ എന്റെ അഭിപ്രായം തെറ്റായിരിക്കും. പിന്നെ
യൂറോ കപ്പിൽ എനിക്കറിയില്ല, ഞാൻ അഭിപ്രായം പറയില്ല. ഈ ഇംഗ്ലണ്ടിന് ഒരു ചെറിയ ഇംഗ്ലണ്ടിനാണ്. ആ അത് ധൈര്യമായിട്ട് അഭിപ്രായം പറയാം, അത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഇംഗ്ലണ്ടിനാണ് അത് ഇപ്രാവശ്യം കപ്പ് ഇംഗ്ലണ്ടിനാണ് എന്നാണ്. ഇംഗ്ലണ്ടിനാണ് അതിന്റെ ഒരു സാധ്യത കാണുന്നത്. അതെ. താങ്ക് യു നോക്കാം. റിയാസ്, താങ്ക് യു. താങ്ക് യു, താങ്ക് യു സോ മച്ച്.